നമസ്കാരം. ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. അപ്പൊ ഗംഗെ, അങ്ങനെ നമ്മുടെ ഇലക്ഷൻ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 26-ാം തീയതിയാണ് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ തൊട്ട് നമ്മുടെ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വരും. ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും സ്ഥാനാർത്ഥികളും ഒക്കെ പാലിക്കണമെന്നാണ് നമ്മുടെ കളക്ടർ വി വിഘ്നേശ്വരിയുടെ ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പെരുമാറ്റച്ചട്ടം എന്തൊക്കെയാണെന്നൊന്ന് നോക്കി ഇനിയിപ്പം ഇതൊന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ട് വേണം ഇതൊക്കെ തന്നെയാണോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇപ്പം ഒന്ന് പറയണം. ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് അജ്മിക്ക് പറഞ്ഞു. നമുക്ക് അത് പ്രേക്ഷകരിലേക്ക് വന്നിട്ട് എത്തിച്ചു കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ മതപരമോ ഭാഷാപരമോ ആയ വിവിധ ജാതികളും സമൂഹങ്ങളും തമ്മിൽ പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതോ സംഘർഷങ്ങൾ ഉളവാക്കുന്നതോ നിലവിലുള്ള ഭിന്നതകൾക്ക് ആക്കം കൂട്ടുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിൽ തല്ലാൻ പാടില്ല. അതാണ് അതിന്റെ ചുരുക്കം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമുക്ക് എന്താന്ന് വെച്ചാൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ വിമർശിക്കുമ്പോൾ അത് അവരുടെ നയങ്ങളിലും പരിപാടികളിലും പൂർവ്വകാല ചരിത്രത്തിലും പ്രവർത്തനങ്ങളിലും മാത്രമായി ഒതുക്കണം. അടുത്ത പോയിന്റ് മറ്റ് കക്ഷി നേതാക്കളെയും പ്രവർത്തകരുടെയും പൊതുപ്രവർത്തനവുമായി ബന്ധമില്ലാത്ത സ്വകാര്യ ജീവിതത്തിന്റെ സകല കാര്യങ്ങളിലും വിമർശനം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും ഒഴിവാക്കണം. അപ്പോ ഒരു സ്ഥാനാർത്ഥിയുടെ പേഴ്സണൽ ലൈഫ് ഒന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പാടില്ല. അവരുടെ ചരിത്രം ഒന്നും പാടില്ലെന്ന്. ഇപ്പോൾ എന്താണോ ആള് ആ ഒരു രീതിയിൽ തന്നെ വേണം തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോവാനായിട്ട്. മറക്കരുത്, പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ് അജ്മി, സ്ഥാപിക്കപ്പെടാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തകർക്കും നേരെ ഉന്നയിക്കുന്നത് ഒഴിവാക്കണം. എന്ന് വെച്ചാൽ അപവാദ പ്രചരണങ്ങൾ ഒഴിവാക്കുക. ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി അടുത്ത സ്ഥാനാർത്ഥിയുടെ മേൽ അപവാദങ്ങൾ പറയാൻ പാടില്ല. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതെന്താന്ന് വെച്ചാൽ ജാതി സാമുദായിക വികാരം ഉണർത്തി വോട്ട് തേടാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ പാർട്ടിയിലുള്ള ഇല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലുള്ള സ്ഥാനാർത്ഥിയെ ഒന്ന് വിജയിപ്പിക്കുക എന്ന് മാത്രമേ പറയാറുള്ളൂ. അത്രേ ചെയ്യാറുള്ളൂ. അടുത്ത പോയിന്റും ഏകദേശം ഇതുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അതെന്താന്ന് വെച്ചാല് മോസ്കുകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, അതുപോലെ തന്നെ മറ്റ് ആരാധനാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേദിയാക്കരുത്. അടുത്തത് സമ്മതിദായകർക്ക് കൈക്കൂലി നൽകുക, ഭീഷണിപ്പെടുത്തുക, വ്യാജ വോട്ട് രേഖപ്പെടുത്തുക, പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്റർ പരിധിക്കുള്ളിൽ വോട്ട് തേടുക, വോട്ടെടുപ്പ് അവസാനിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളതിന് 48 മണിക്കൂർ മുമ്പ് പരിധിക്കുള്ളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക, പോളിംഗ് സ്റ്റേഷനിലേക്കും തിരിച്ചും വോട്ടർമാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുക തുടങ്ങി തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം കുറ്റകരമായി കാണുന്നവ ഒഴിവാക്കാൻ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ജാഗരൂകരായിരിക്കണം. അപ്പൊ ഗംഗെ, ഞാൻ മുമ്പുള്ള ഇതിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇലക്ഷനിലൊക്കെ കേട്ടിട്ടുണ്ട്, ഈ ചില സ്ഥാനാർത്ഥികൾ 500 രൂപ തരാം. നമ്മുടെ സ്ഥാനാർത്ഥികളല്ല, അനുയായികളാണ് പറയുന്നത്. 500 രൂപ തരാം, ഒന്ന് വോട്ട് ചെയ്തേക്കൂ എന്ന്. ചിലപ്പോൾ നമ്മൾ കേട്ടതിന്റെ പ്രശ്നമാകാം. പിന്നെ ഗംഗ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അപ്പൊ ചില സ്ഥാനാർത്ഥികളുടെ ആളുകൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരുന്നു, വാഹനത്തിൽ കയറ്റുന്നു, നേരെ കൊണ്ടേ ആക്കുന്നു. അത് പാടില്ല. ഇനി തിരിച്ച് വോട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു വീട്ടിലേക്ക് ലിഫ്റ്റ് തരാം എന്ന് പറഞ്ഞാൽ ആരും കയറാൻ പാടില്ല. അത് നമ്മുടെ പെരുമാറ്റച്ചട്ട ലംഘനമായിട്ട് മാറും. അടുത്തത് വ്യക്തികളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളോടും പ്രവർത്തനങ്ങളോടും എത്ര എതിർപ്പുണ്ടെങ്കിലും സ്വതന്ത്രമായും സമാധാനപരമായും സ്വസ്ഥമായി വീട്ടിൽ കഴിയാനുള്ള വ്യക്തികളുടെ അവകാശത്തെ മാനിക്കണം. അതായത് ഒരു ആൾക്ക് ഏത് പാർട്ടിയിലാണോ വിശ്വാസം, ഇല്ലെങ്കിൽ ഏത് ഐഡിയോളജിയിലാണോ അവർക്ക് വിശ്വാസം, അതിൽ വിശ്വസിക്കട്ടെ. അല്ലാതെ അവരെ ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അടുത്തത് വ്യക്തികളുടെ അഭിപ്രായങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രതിഷേധം രേഖപ്പെടുത്തുന്നതുമായി അവരുടെ വീടുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുക, പ്രകടനം നടത്തുക തുടങ്ങിയ രീതികൾ ഒരു കാരണവശാലും അവലംബിക്കരുത്. കൊടിമരം നാട്ടുന്നതിനോ ബാനറുകൾ കെട്ടുന്നതിനോ പരസ്യം, മുദ്രാവാക്യങ്ങൾ എന്നിവ എഴുതുന്നതിനോ വ്യക്തിയുടെ സ്ഥലം, കെട്ടിടം, മതിൽ തുടങ്ങിയവ അയാളുടെ അനുവാദം കൂടാതെ ഉപയോഗിക്കാൻ രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ അവരുടെ അനുയായികളെ അനുവദിക്കരുത്. മറ്റു പാർട്ടികൾ സംഘടിപ്പിക്കുന്ന യോഗങ്ങളെയോ ജാഥകളെയോ തങ്ങളുടെ അനുയായികൾ തടസ്സപ്പെടുത്തുകയോ അവയിൽ ഛിദ്രമുണ്ടാക്കുകയോ ചെയ്യുകയില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഉറപ്പുവരുത്തുക. അതായത് ഒരു പാർട്ടി പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ അടുത്ത ഓപ്പോസിറ്റ് പാർട്ടി വന്നിട്ട് അത് കൊളവാക്കരുതെന്ന് ചുരുക്കം. അടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിക്കുന്ന പൊതുയോഗങ്ങളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ അനുഭാവികളോ തങ്ങളുടെ സംസാരം കൊണ്ടോ രേഖാമൂലമോ ചോദ്യങ്ങൾ ഉന്നയിച്ചോ തങ്ങളുടെ ലഘുലേഖകൾ വിതരണം ചെയ്തോ അലോസരം സൃഷ്ടിക്കരുത്. അവനവന്റെ സമയത്ത് മാത്രം പ്രചരണം നടത്തുക, മറ്റുള്ളവരുടെ സമയത്ത് ഇടപെടരുത്. അതാണ് അതിന്റെ ചുരുക്കം.
അടുത്ത ഒരു പാർട്ടിയുടെ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മറ്റൊരു പാർട്ടി ജാഥ നടത്തരുത്. അതായത് ഒരു പാർട്ടിയുടെ പോസ്റ്ററുകൾ മറ്റൊരു പാർട്ടിയുടെ പ്രവർത്തകർ നീക്കം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ തന്നെ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, ഈ ഇലക്ഷൻ സമയത്ത് രാത്രി പോയിട്ട് ഒരു പാർട്ടി അവരുടെ പോസ്റ്റർ ഒട്ടിക്കുന്നു, തൊട്ടടുത്ത നിമിഷം അവർ പോയതിനു ശേഷം അടുത്ത പാർട്ടികൾ വന്ന് അത് കീറുന്നു. അത് ചെയ്യാൻ പാടില്ല. മാന്യമായിട്ട് വേണം ഇലക്ഷനെ നേരിടാൻ. അടുത്തത് യോഗങ്ങൾക്കും നിബന്ധനകളുണ്ട്. അതായത് ക്രമസമാധാനം പാലിക്കുന്നതിനും ഗതാഗത നിയന്ത്രണത്തിനും ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ പോലീസിന് കഴിയുന്ന വിധം നേരത്തെ തന്നെ യോഗം നടത്തുന്ന സ്ഥലത്തും സമയവും ബന്ധപ്പെട്ട പാർട്ടിയോ സ്ഥാനാർത്ഥിയോ പ്രദേശത്തെ പോലീസ് അധികാരികളെ അറിയിക്കണം. അപ്പം നേരത്തെ മുൻകൂട്ടി അധികാരികളെ അറിയിച്ചാൽ മാത്രമേ ഉള്ളൂ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഈ ഒരു പ്രചരണം നടത്തുമ്പോഴും ജാഥകളൊക്കെ വരുമ്പോഴും നമുക്കറിയാം നമ്മുടെ റോഡുകളിലൊക്കെ ഒരുപാട് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോലീസിന് ഒരു നിയന്ത്രണം നടത്തണമല്ലോ. അപ്പൊ ആ നിയന്ത്രണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസിനെ മുൻകൂട്ടി കാര്യങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഇലക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് അതിന്റെ ചുരുക്കം. അടുത്ത അജ്മി, യോഗത്തിൽ ഉച്ചഭാഷിണികളോ മറ്റേതെങ്കിലും സൗകര്യമോ ഉപയോഗിക്കുന്നതിന് അനുവാദമോ ലൈസൻസോ ലഭിക്കണമെങ്കിൽ പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻകൂട്ടി അപേക്ഷ നൽകി അനുമതി വാങ്ങണം. അതായത് ഈ പ്രചരണത്തിന് നമ്മൾ ഈ മൈക്കും വെച്ചൊക്കെ ഇറങ്ങുമ്പോഴും ഒരു പൊതുവേദികളിൽ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ മുൻകൂട്ടി പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ മൈക്കുകളിലൂടെ ഉച്ചഭാഷണികളിലൂടെ അനൗൺസ്മെന്റും പ്രചരണവും എല്ലാം നടത്താൻ പാടുള്ളൂ. അടുത്തത്, ഒരു യോഗം തടസ്സപ്പെടുത്തുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുന്നവരെ നേരിടേണ്ടി വരുന്ന പക്ഷം സംഘാടകർ ചുമതലയിലുള്ള പോലീസിന്റെ സഹായം തേടണം. പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ സംഘാടകർ തന്നെ നടപടിയെടുക്കരുത്. ജാഥകൾ മുൻകൂട്ടി അറിയിക്കണം. അപ്പൊ ഒരു പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അലങ്കോലപ്പെടുത്താൻ ചില ആളുകൾ എത്തും. അപ്പൊ ആളുകളെ പാർട്ടിക്കാർ തന്നെ നേരിടാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത്, ജാഥകൾ സംഘടിപ്പിക്കുന്ന പാർട്ടികളും സ്ഥാനാർത്ഥികളും ജാഥ തുടങ്ങുന്ന സമയവും സ്ഥലവും കടന്നു പോകേണ്ട വഴിയും ജാഥ അവസാനിക്കുന്ന സമയവും സ്ഥലവും മുൻകൂട്ടി തീരുമാനിക്കേണ്ടതാണ്. ആവശ്യമായ തയ്യാറെടുപ്പുകൾ ഒരുക്കുന്നതിനായി പോലീസ് അധികൃതരെ സംഘാടകർ പരിപാടിയെ പറ്റി മുൻകൂട്ടി ധരിപ്പിക്കണം. സാധാരണഗതിയിൽ ഈ പരിപാടിയിൽ മാറ്റം വരുത്താൻ പാടുള്ളതല്ല. അതായത് മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇന്ന സ്ഥലം വരെയാണ് ജാഥ എന്ന് മുൻകൂട്ടി അറിയിക്കണം. ഇല്ലെങ്കിൽ തങ്ങൾ പ്രചരണം നടത്തത് ഇന്ന സ്ഥലത്ത് മുതൽ ഇന്ന സ്ഥലം വരെയാണെന്ന് അറിയിക്കണം. ആവേശം മൂത്ത് അതിര് കടന്ന് പോവരുത്. അപ്പൊ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പല പ്രശ്നങ്ങളിലേക്കും ഒക്കെ എത്തും. അപ്പോൾ ഈ ഒരു ജാഥ നിയന്ത്രിക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ടാണ് പറയുന്നത് മുൻകൂട്ടി ഉദ്യോഗസ്ഥരെ അറിയിച്ചതിന് ശേഷം മാത്രം കൃത്യമായി തുടങ്ങുന്ന സ്ഥലവും അവസാനിക്കുന്ന സ്ഥലവും പറയണം. ഓക്കെ. അടുത്തതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഒരു പോയിന്റ് ആണ്. ജാഥ കടന്നു പോകുന്ന മേഖലയിൽ ഏതെങ്കിലും നിയന്ത്രണ ഉത്തരവുകൾ നിലവിലുണ്ടോ എന്ന് സംഘാടകർ അന്വേഷിച്ചറിയേണ്ടതും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഇളവ് ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രസ്തുത നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുമാണ്. ഗതാഗത നിയന്ത്രണങ്ങളും കൃത്യമായി പാലിക്കണം. അടുത്തത്, രണ്ടോ അതിലധികമോ രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ ഒരേ സമയത്ത് ഒരേ വഴിയിൽ കൂടിയോ ഭാഗങ്ങളിലൂടെയോ ജാഥ നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സംഘാടകർ മുൻകൂട്ടി പരസ്പരം ബന്ധപ്പെട്ട് ജാഥകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കാനും ഗതാഗത തടസ്സം സൃഷ്ടിക്കാതിരിക്കാനും മുൻകരുതൽ എടുക്കണം. അതായത് രണ്ട് പാർട്ടികൾ ഒരേ സമയം ഒരേ സ്ഥലത്ത് ജാഥകളും പ്രചരണവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ പാർട്ടികൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ സമയത്ത് എതിർ പാർട്ടികൾ തമ്മിൽ വഴക്കിനും പ്രശ്നത്തിനും ഒക്കെ സാധ്യതകൾ മുൻകൂട്ടി അറിയിച്ചിട്ടില്ലെങ്കിൽ തന്നെ ചിലപ്പം രണ്ട് പാർട്ടികൾ ഒരു സ്ഥലത്തായിരിക്കും പരിപാടി നടത്തുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിൽ ഇരു പാർട്ടിയല്ല ഒന്നിലധികം പാർട്ടികളുണ്ട്. പാർട്ടികളെല്ലാം ഒന്നിച്ചു വരുന്ന സമയം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ മുൻകരുതൽ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, പ്രചാരണത്തിന് ഔദ്യോഗിക പദവി ഉപയോഗിക്കരുത്. കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ അധികാരത്തിലിരിക്കുന്ന പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഔദ്യോഗിക പദവി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾക്ക് ഇടനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. മന്ത്രിമാർ ഔദ്യോഗിക യാത്രകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെടുത്താനോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക സംവിധാനമോ ജീവനക്കാരെയോ ഉപയോഗിക്കാനോ പാടില്ല. അതായത് ഇപ്പോൾ ഞാൻ മന്ത്രിയാണ്, ഇല്ലെങ്കിൽ ഞാൻ MLA ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ മന്ത്രി പറയുന്നത് കേൾക്കണം, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ ചുരുക്കം. റെസ്റ്റ് ഹൗസുകൾ, ഗസ്റ്റ് ഹൗസുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നുവെങ്കിൽ അവ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ കക്ഷികൾക്കും ലഭ്യമാക്കേണ്ടതാണ്. അതായത് എന്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്, ഇല്ലെങ്കിൽ ഞാനാണ് ഭരണപക്ഷം, അതുകൊണ്ട് റെസ്റ്റ് ഹൗസും ഗസ്റ്റ് ഹൗസും എനിക്ക് മാത്രമാണെന്ന് പറയാൻ പാടില്ല. രണ്ട് പാർട്ടികൾക്കും, ഇരു പാർട്ടികൾക്കും, എതിർ പാർട്ടിക്കും ഭരണ പാർട്ടിക്കും അങ്ങനെ ഒന്നും ഒരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും ഒരേപോലെ ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാം.
അടുത്തത് തെരഞ്ഞെടുപ്പ് സമയത്ത് അധികാരത്തിലിരിക്കുന്ന പാർട്ടി അവരുടെ നേട്ടങ്ങളെ കുറിച്ച് സർക്കാർ ചെലവിൽ വർത്തമാന പത്രങ്ങളിലോ മറ്റ് മാധ്യമങ്ങളിലോ പരസ്യം പുറപ്പെടുവിക്കുന്നതും ഔദ്യോഗിക മാധ്യമങ്ങൾ വഴി തങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നതും അനുകൂലമായ രാഷ്ട്രീയ വാർത്തകൾ നൽകുന്നതും കണിശമായും ഒഴിവാക്കേണ്ടതാണ്. അതായത് ഞങ്ങൾ ഭരിച്ചപ്പോൾ ഇന്ന ഇന്ന നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, പ്രസിദ്ധീകരണങ്ങളിൽ കൊടുക്കേണ്ട ആവശ്യവുമില്ല. അവരെന്തൊക്കെ ചെയ്തെന്ന് സ്വാഭാവികമായിട്ടും അറിയാലോ. അതിന് പ്രത്യേകിച്ച് നോട്ടീസ് അടിച്ച് ആളുകളിലേക്ക് എത്തിക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പൊ ഗംഗ, ബാക്കി പോയിന്റ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മന്ത്രിമാരോ മറ്റ് അധികാരികളോ വിവേചനാധികാരം ഉപയോഗിച്ച് നൽകുന്ന ഫണ്ടുകളിൽ നിന്ന് ഗ്രാന്റ് മുതലായവ നൽകാൻ പാടുള്ളതല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മന്ത്രിമാരും മറ്റ് അധികാരികളും ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പാലിക്കേണ്ടതാണ്. കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്, നോക്കാം. ഒരു തരത്തിലുള്ള ധനസഹായം ഒരു രീതിയിലും അനുവദിക്കുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇലക്ഷന്റെ വോട്ടിന്റെ സമയത്ത് പൈസ തരാം, ഇന്നയാൾക്ക് വോട്ട് ചെയ്യുന്നൊക്കെ പറയുന്നവരുണ്ടാവും. പിന്നെ പൈസ സംബന്ധമായിട്ടുള്ള വാഗ്ദാനങ്ങൾ, ഞാൻ ഇത്ര ഫണ്ട് തരാം, ഇത്ര രൂപ തരാം, ഇന്ന പദ്ധതിക്കായിട്ട് ഇന്ന എത്ര രൂപ തരാം എന്നൊന്നും പാടില്ല. ഒരു തരത്തിലുമുള്ള പദ്ധതിയുടെയും ശിലാസ്ഥാപനം നടത്താൻ പാടില്ല. അതിനർത്ഥം ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പൊതുപരിപാടികളുടെ ഉദ്ഘാടനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്താൻ പാടില്ല. പിന്നീട് വരുന്നത് റോഡ് നിർമ്മാണം, ശുദ്ധജല വിതരണം എന്നിവ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വാഗ്ദാനവും നൽകാൻ പാടില്ല. ഞാൻ റോഡ് പണിക്കായിട്ട് ഇത്ര നൽകാം, അല്ലെങ്കിൽ റോഡ് റെഡിയാക്കി തരാം, അല്ലെങ്കിൽ കുടിവെള്ളത്തിനായിട്ട് ഇത്ര രൂപ തരാം, കുടിവെള്ള പദ്ധതി എല്ലാം ശരിയാക്കി തരാം എന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല. അതൊക്കെ പറഞ്ഞിട്ടായിരിക്കും ജയിപ്പിക്കണമെന്ന് മുൻകൂട്ടി ഓരോ പാർട്ടികളും പറയുന്നത്. പിന്നെ സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഇടക്കാല നിയമനങ്ങൾ നടത്താൻ പാടില്ല. അതായത് നിയമനമൊന്നും ഇവരുടെ കെയർ ഓഫിൽ നടത്താൻ പാടില്ല എന്ന്. താൽക്കാലികമായിട്ട് ഇപ്പം ഇവരുടെ പാർട്ടി അനുഭാവികൾക്കോ ഇല്ലെങ്കിൽ ഇവരുടെ പരിചയക്കാർക്കോ ഒക്കെ ജോലി പറയുന്നുണ്ടല്ലോ, അതൊന്നും പാടില്ല എന്ന്. സ്ഥാനാർത്ഥി, വോട്ടർ, ഏജന്റ് എന്നീ നിലകളിലല്ലാതെ പോളിംഗ് സ്റ്റേഷനിലോ കൗണ്ടിംഗ് സ്റ്റേഷനിലോ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പ്രവേശിക്കാൻ പാടില്ല. ഒന്നുകിൽ വോട്ട് ചെയ്യാനായിരിക്കണം, ഇല്ലെങ്കിൽ ഒരു ഏജന്റ് ആയിരിക്കണം. ഈ ഒരു നിലയിലൊന്നും അല്ലാതെ ചുമ്മാ കയറി ബൂത്തുകളിലേക്കൊന്നും പോകാൻ പാടില്ല എന്ന് ചുരുക്കം. അപ്പൊ ഗംഗ, ഇതൊക്കെയാണ് നമ്മുടെ പെരുമാറ്റ ചട്ടങ്ങള്. അപ്പോൾ എനിക്കൊരു സംശയം, ഇതൊക്കെ പാലിച്ചുകൊണ്ടാണോ ഇത്രയും നാളത്തെ തിരഞ്ഞെടുപ്പുകളൊക്കെ നടന്നത്? അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എനിക്കും തോന്നുന്നില്ല ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, നമ്മുടെ 26-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇതേ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരും സ്ഥാനാർത്ഥികളും ഒക്കെ പാലിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം, നമുക്ക് കണ്ടറിയാലോ, ഇനി ദിവസങ്ങൾ കിടക്കുകയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്, ഈ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും കക്ഷികളും സ്ഥാനാർത്ഥികളും ഒക്കെ മുന്നോട്ട് പോകുന്നതെന്ന് കണ്ടറിയാം. ഇതിന് താഴെ നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്താൻ കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചട്ടങ്ങളൊക്കെ നിങ്ങൾ പാലിക്കേണ്ടതാണ്. അപ്പൊ ഗംഗ, നമ്മുടെ ഈ വീഡിയോ ജനങ്ങളിലേക്കൊക്കെ എത്തുന്നതാണ്. അപ്പോൾ അവർ തന്നെ തീരുമാനിക്കട്ടെ അല്ലെ. അതെ, ഇതൊക്കെ പാലിച്ചുകൊണ്ടാണോ നടക്കുന്നതെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ.